ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് വിനോദ് മാത്യു, ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ശ്രീ അരുൺ ആർ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, എന്റെ അടുത്ത സുഹൃത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും അതിനൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറും കൂടിയായ ശ്രീ ഭീമപ്പള്ളി റഷീദ്, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആം ആദ്മി പാർട്ടി ഭാരവാഹികളെ സുഹൃത്തുക്കളെ, സാജു മോഹനുണ്ട്, ഡോക്ടർ സെലീൻ ഫിലിപ്പ്, ഡോക്ടർ ദിലീപ് മല്ലപ്പശ്ശേരി, മോസസ് ഹെൻറി മൂത്ത, ശ്രീമതി റെനി സ്റ്റീവൻ, എന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് ജില്ലാ പ്രസിഡന്റായ ഷാജു കറച്ചിറ, എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആം ആദ്മി പാർട്ടി പ്രവർത്തകര്, ജനാധിപത്യ വിശ്വാസികള്, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ഒരു സന്തോഷ അവസരത്തിലല്ല. 2-3 ദിവസം മുമ്പ് അർദ്ധരാത്രിയിൽ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ്, അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമാണ്, ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനുമാണ്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലേക്ക്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഉടനെ എല്ലാ പാർട്ടികളും, ജനാധിപത്യ വിശ്വാസിക്കുന്ന എല്ലാ കേരള പാർട്ടികളും മനസ്സിലാക്കി ഇതിന്റെ അർത്ഥം. ഈ തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ രീതിയിലും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരവും നടത്താനല്ല അവരുടെ ആഗ്രഹം. അവർക്ക് ഏത് വില കൊടുത്താലും വിജയമാണ് മാത്രം ആഗ്രഹം എന്ന് വിചാരിച്ചിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ഉടനെ ഞങ്ങളും നിങ്ങളും ഒരു പ്രതിഷേധം നടത്തി രാജ്ഭവന്റെ വെളിയിൽ. ഞാൻ എന്റെ ഐക്യജനാധിപത്യ മുന്നണി പ്രതിഷേധം കഴിഞ്ഞിട്ട് അവിടെ സംസാരിച്ച ശേഷം ഞാൻ തന്നെ വലത്തേഭാഗത്ത് മാറിയിട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു. അതിന്റെ ഒറ്റ കാരണമാണ് നമ്മൾ MLA, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോളം MLA ആയ ശ്രീ M. വിൻസെന്റ് മതീന്ദ്രൻ. ഞാനിത് ചെയ്യാനുള്ള കാരണം എന്താണ്? നമുക്ക് രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒരു കാലത്ത് ആം ആദ്മി പാർട്ടി, പ്രത്യേകിച്ച് കോൺഗ്രസ് ആ സമയത്ത് ഭരിക്കണ്ടായിരുന്നു, കോൺഗ്രസ് എതിര് തന്നെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലേ എന്ന് മാത്രമാണ് ചോദ്യം. കാരണം ഒരു പാർട്ടി നമ്മുടെ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് നമ്മളെല്ലാവരും ഐക്യദാർഢ്യത്തോടെ നിന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെല്ലാവരെയും ഭാവി? അമേരിക്കൻ റവല്യൂഷൻ സമയത്ത് അമേരിക്കയിലെ പല ഓരോരോ സ്റ്റേറ്റ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധത്തിൽ. ആ സമയത്ത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, പ്രസിദ്ധപ്പെട്ട ഫിലോസഫറും എഴുത്തുകാരനും ഇൻവെന്ററും ഒക്കെ ആയിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞു, വി മസ്റ്റ് ഓൾ ഹാങ് ടുഗദർ ഓർ വി വിൽ ഹാങ് സെപ്പറേറ്റ്ലി. അതാണ് സത്യം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമ്മളെ ഓരോന്നായിട്ട് അവർ തൂക്കിക്കൊല്ലും. അതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. അതുകൊണ്ട് ഈ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ ആ സ്പിരിറ്റിലാണ് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, നമുക്കൊരു മുന്നണി ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണി. അത് പ്രത്യേകിച്ച് ഡൽഹിയിലും 4-5 വേറെ സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കൈകോർത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഡൽഹിയിൽ പ്രത്യേകിച്ച് നമ്മൾ കാണാനുള്ളൊരു വിഷയമാണ്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJP എല്ലാ സീറ്റും ജയിച്ചെടുത്തു. പക്ഷേ ഭൂരിപക്ഷം വോട്ടുകൾ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും പങ്കെടുത്ത കാരണം മാത്രമാണ് BJPക്ക് അത് ചെയ്യാൻ സാധിച്ചത്. ഇനി വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ മുന്നണിയാക്കി ആം ആദ്മി പാർട്ടി 4 സീറ്റ് മത്സരിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3 സീറ്റ് മത്സരിക്കും. അതോടെ എനിക്ക് ഒരു സംശയവുമില്ല, BJPക്ക് 7 സീറ്റല്ല 0 കിട്ടാൻ പോകുന്നത് ഡൽഹിയിൽ. ഇതിന്റെ ഭയമാണ് BJPയുടെ നിങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഒരു സംശയവും വേണ്ട. അദ്ദേഹം ഡൽഹിയിൽ ഇറങ്ങി പ്രചരണം ചെയ്യരുതെന്നാണ് അവരുടെ ഉദ്ദേശം. അതിന്റെ ഒപ്പം അദ്ദേഹം വേറെ സംസ്ഥാനങ്ങളിൽ പോയി ചെയ്യാതിരിക്കും, അതും വേണ്ട അവർക്ക്. അവരാഗ്രഹമാണ് ഏത് മാർഗം ഉപയോഗിച്ചാൽ കൂടി അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വിജയം കിട്ടണം, കഴിഞ്ഞ തവണ വിജയിച്ച സംസ്ഥാനത്ത്. പക്ഷെ ഇതാണ് അവരെ എല്ലാം വെച്ച് വലിയ ബുദ്ധിമുട്ട്. നമ്മൾ വിനോദ് മാത്യു പറഞ്ഞ പോലെ
ഈ തവണ ഭരണം അവർക്ക് വരാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലാവാൻ സാധിച്ചു. 2019 9 സംസ്ഥാനത്തിൽ അവര് മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഹരിയാനയിലെ എല്ലാ സീറ്റ് ജയിച്ചു, ഗുജറാത്തിലെ എല്ലാ സീറ്റ് ജയിച്ചു, രാജസ്ഥാനിലെ എല്ലാ സീറ്റ് ജയിച്ചു, ഡൽഹിയിൽ എല്ലാ സീറ്റ് ജയിച്ചു, ഉത്തരാഖണ്ഡിലെ എല്ലാ സീറ്റ് ജയിച്ചു, ഹിമാചലിലെ എല്ലാ സീറ്റ് ജയിച്ചു. മധ്യപ്രദേശിലേക്ക് ഒരൊറ്റ സീറ്റ് വിട്ടു തന്നുള്ളൂ, കർണാടകയിൽ ഒരൊറ്റ സീറ്റ് വിട്ടു തന്നുള്ളൂ, ബീഹാറിൽ ഒരൊറ്റ സീറ്റ് വിട്ടു തന്നുള്ളൂ. ഇതായിരുന്നു അവരുടെ വമ്പിച്ച വിജയം 2019. പക്ഷെ ഇവിടെ എല്ലാവിടെയും അവർക്ക് അതുപോലെ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധ്യതയില്ലല്ലോ. ഏത് പോള് നോക്കിയാലും ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രതിപക്ഷത്തിന് സീറ്റ് കിട്ടാൻ പോകുന്നതൊരു സംശയമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയാം. ഞങ്ങളും പോൾസും സർവേസും വായിക്കുന്നവരാണല്ലോ. കർണാടകയിലെ ഒരു സീറ്റ് കിട്ടിയ കോൺഗ്രസ് പാർട്ടി 2 ദിവസം മുമ്പ് ഒരു പോൾ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 17 സീറ്റാണ് മിനിമം കിട്ടാൻ പോകുന്നത് കാണുന്നത്. തെലങ്കാനയിൽ 2 സീറ്റ് ജയിച്ച കോൺഗ്രസ് പാർട്ടി ഈ തവണ 10 മുതൽ 12 വരെ കിട്ടുന്നതാണ് സർവേസ് ഒക്കെ പറയുന്നത്. ഇതേപോലെ ഓരോരോ സംസ്ഥാനത്തിൽ, ഹിന്ദി ബെൽറ്റിലും, മധ്യപ്രദേശില്, ഛത്തീസ്ഗഡില്, രാജസ്ഥാനില്, ഇങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 2 or 3 സീറ്റ് ഓരോരോ സ്ഥലത്ത് കിട്ടിയാൽ കൂടി, അതിനേക്കാട്ട് കിട്ടുന്നതാണ് എന്റെ വിശ്വാസം. പക്ഷെ അത്ര കിട്ടിയാൽ കൂടി ബി.ജെ.പി. താഴെ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർ എല്ലാ സീറ്റ് ജയിച്ച പാർട്ടി അവർക്ക് താഴെ പോകാനുള്ള മാർഗമേ ഉള്ളൂ ഈ സംസ്ഥാനങ്ങളിൽ. അതിന്റെ അർത്ഥം എന്താണ്? ബി.ജെ.പി. പ്രധാനമന്ത്രി 370 സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വെറും ഹോട്ട് എയറാണ്. അതിൽ ഒരു സബ്സ്റ്റൻസും ഇല്ല. അവർക്ക് ഉറപ്പമായിട്ട് ആ 272 കിട്ടാനുള്ള സാധ്യതയില്ല, ഒരു ഭൂരിപക്ഷം തന്നെ. അതുകൊണ്ടല്ലേ അവര് കേജ്രിവാളിനെ പോയി അറസ്റ്റ് ചെയ്ത്, അതുകൊണ്ടല്ലേ അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടിന് പോയി ഫ്രീസ് ചെയ്ത്. എത്ര വർഷം ടാക്സുകാരെ അന്വേഷിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച്? 2 മാസം കൂടി കാത്തിരുന്നൂടെ? ഇല്ല. കോൺഗ്രസ് ഇതിനൊക്കെ ഇലക്ഷന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അവർ വിചാരം. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഓരോരോ സംസ്ഥാനത്തിൽ എൻ.ഡി.എന്ന് പുറത്താക്കിയ പാർട്ടികളുടെ പുറകെയാണ് നരേന്ദ്രമോദി ഓടിയിട്ട് കെഞ്ചുന്നത്, തിരിച്ചു വരുമെല്ലാം ക്ഷമിച്ചു എന്ന് പറഞ്ഞു. അവരെന്നെ ഒരു കാലത്ത് നോ കോൺഫിഡൻസ് മോഷൻ നടത്തിയ, ബി.ജെ.പിക്കെതിരെ നടത്തിയ തെലുഗുദേശവും നരേന്ദ്രമോദിയെ ചീത്ത വാക്കുകൾ വിളിച്ച ശ്രീ ചന്ദ്രബാബു നായിഡുവിനും മോദി എന്നെ പോയിട്ട് കെഞ്ചിന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ മുന്നണി. അതുപോലെ തന്നെ യു.പിയിൽ ആകെ 2 സീറ്റിൽ സ്വാധീനമുള്ള ആർ.എൽ.ഡിയുടെ നേതാവ് ജയന്ത് ചൌധരി, അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അകാലിദളും ബി.ജെ.ഡി. ഒഡീഷയിലും. അകാലിദൾ നിങ്ങൾക്കറിയാം, കർഷകരുടെ സമരം വന്നപ്പോൾ മാറി നിന്ന് ഇന്ത്യ മുന്നണി ഇറങ്ങി മോദിയും ബി.ജെ.പി. സർക്കാരിനെതിരെ സംസാരിച്ച അകാലിദളിനെ ബി.ജെ.പി. പോയിട്ട് കുറെ സോപ്പിടാൻ ശ്രമിച്ചു. അത് നടന്നിട്ടില്ല. അകാലിദൾ ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഒഡീഷയിലത്തെ നവീൻ പട്നായിക്, ഒഡീഷയിലത്തെ കന്ധമല്ലിൽ മിഷണറിമാരെ കൊന്നപ്പോൾ കത്തിച്ചിട്ട് അവര് വാഹനത്തേക്ക് അവര് ജീവൻ നഷ്ടപ്പെട്ട സമയത്തിൽ നവീൻ പട്നായിക് ബി.ജെ.പിയെ നല്ല മോശമാക്കി വിളിച്ചിട്ട് മാറി നിന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പുറകെ ഓടിയിട്ട് എങ്ങനെയെങ്കിലും ബി.ജെ.പിയോടൊപ്പം വരണമെന്നൊക്കെ എനിക്ക് പോയിട്ട് കുറെ ദിവസം ചർച്ച നടന്നു. ഒരാഴ്ച 10 ദിവസമെങ്കിലും പബ്ലിക്കിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനത്തിൽ ബി.ജെ.പി. പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല, നിങ്ങൾ മാറി നിൽക്കും. ഇതാണ് ബി.ജെ.പിന്റെ സ്ഥിതി. അപ്പോ ഇതെല്ലാം കാണുന്നത് ഭയത്തിന്റെ ഒരു തെളിവാണ് സുഹൃത്തുക്കളെ, ഒരു സംശയം വേണ്ട. അവർക്കറിയാം ഭാരതം മുഴുവൻ അവരുടെ സ്ഥിതി കണ്ടിട്ട് ഈ തവണ 370 അല്ല, അബ് കി ബാർ 400 പാറല്ല. ചിലർ പറയുന്ന പോലെ അവര് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അബ് കി ബാർ തിഹാർ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അഴിമതിയിൽ മുങ്ങിയ ഈ ഇലക്ടറൽ ബോണ്ട് സ്കാൻഡൽ കണ്ടിട്ട് എത്രയാണ് അഴിമതിയും എക്സ്റ്റോഷൻ നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങളെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ എനിക്ക് പൈസ തരുന്നു, അത് എക്സ്റ്റോഷൻ ആണെന്ന് പറയാം. അതാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ബോണ്ട് തരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് കോൺട്രാക്ട് നൽകുന്നു, അതെന്താണ്? അത് ബ്രൈബറി അല്ലേ? നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഓരോരോ കാര്യങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിന്റെ കീഴിലുള്ളത് നമ്മൾ ഈ സർക്കാരും അവരുടെ നേതാക്കളെ എതിരെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഒരിക്കലും കൂടി നിങ്ങളോട് പറയുന്നു, ഈ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം.
അതിനാണ് ഞാനും ഭീമപ്പള്ളി റഷീദും എം വിൻസെന്റും ഒക്കെ നിങ്ങളുടെ വേദിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഈ കാര്യത്തിൽ പ്രതിഷേധം ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളിപ്പോ ലോഞ്ച് ചെയ്ത ക്യാമ്പയിൻ നോ വോട്ട് ഫോർ BJP, അതിന്റെ അർത്ഥം എന്താണ്? സ്പഷ്ടമായ ഒരു അർത്ഥമല്ലേ? BJPയെ എന്തായാലും നമ്മൾ തോൽപ്പിക്കണം. കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണി പാർട്ടികൾ എടുക്കണം. അതിലത്തെ UDF 20 സീറ്റും എടുക്കാൻ തയ്യാറാണ്. നമ്മൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ശക്തമായിട്ട് BJP എതിരിക്കുന്ന ഈ 10 വർഷക്കാലം നമ്മുടെ കഴിവ് കാണിച്ച UDF പാർട്ടികൾ വീണ്ടും നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കേരളം മുഴുവൻ നിങ്ങളെല്ലാവരും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതിന്റെ ഒപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആവും പോലെ ആം ആദ്മി പാർട്ടിക്ക് മത്സരിക്കാൻ ആവശ്യമില്ലാത്ത ഭാഗത്തിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ട് നമ്മൾ BJP സർക്കാരിനെ ഡൽഹിയിൽ നിന്ന് പുറത്താക്കണം. എന്നിട്ട് നിങ്ങളുടെ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ ജൂൺ 4-ാം തീയതി ഭാരതത്തിന്റെ ഒരു 2ാം സ്വതന്ത്ര ദിനമാക്കി മാറ്റണം. അതിനാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഒരിക്കലും കൂടി നിങ്ങൾ എന്നെ ഇവിടെ സംസാരിക്കാൻ ക്ഷണിച്ച് ഞാൻ നന്ദി പറഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പം ഒരിക്കലും കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് സഹോദരൻ സഹോദരിമാരെ നമ്മൾ സഹോദര്യത്തോടെ മുന്നോട്ട് പോകാമെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.